പ്രേസ് ദ ലോർഡ്. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കുള്ള സബ്ജക്റ്റാണ് പഴയ നിയമങ്ങളും പുതിയ നിയമങ്ങളും. ഈ രണ്ടും രക്തത്തിലുള്ള ഉടമ്പടികളാണ്. പഴയ നിയമപ്രകാരം ആദ്യം ഈ ഉടമ്പടി നടത്തിയ സമയത്ത് മൃഗങ്ങളുടെ രക്തത്താലാണ് ഈ ഉടമ്പടി തുടങ്ങിയിട്ടില്ലെങ്കിലും പരിച്ഛേദനയിൽ കൂടി മനുഷ്യൻ്റെ രക്തവും ഒഴുക്കി. എന്നാൽ പുതിയ ടെസ്റ്റ്മെൻറ്റ്, അതിലെ ന്യൂ ടെസ്റ്റ്മെൻറ്റ്, ഇത് ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ മാത്രമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ ജീവിക്കേണ്ടത് പുതിയ നിയമത്തിൽ കൂടിയാണ്. പഴയ നിയമപ്രകാരം നമ്മൾ പഴയ നിയമം ഒരു ക്രിസ്തുവിൻ്റെ ഒരു നിഴലായിട്ടും പുതിയ നിയമപ്രകാരം ക്രിസ്തു ഒരു പൊരുളായിട്ടുമാണ് ഈ ലോകത്തിൽ നമ്മൾ കാണേണ്ടത്. പഴയ നിയമപ്രകാരം നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ പ്രവൃത്തിയിൽ കൂടിയാണ്. ഈ 10 കൽപ്പന നോക്കുകയാണെങ്കിലും 613 ഉപകൽപ്പന നോക്കുകയാണെങ്കിൽ അത് നമ്മളോട് ചെയ്യാനാണ് പറയുന്നത്, എന്തൊക്കെ ചെയ്യണം. നേരെ മറിച്ച് പുതിയ നിയമം, അതായത് ന്യൂ ടെസ്റ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ അത് വെറും കൃപയാലും നമ്മളെ വിശ്വാസത്താലും മാത്രമുള്ളതാണ്. വചനം വളരെ ക്ലിയറായിട്ട് എഫെസ്യൻ്റെ 2:8-9 വചനങ്ങൾ പറയുന്നുണ്ട്. കൃപയാണ്, നമ്മൾ കൃപയിൽ കൂടി മാത്രമാണ് രക്ഷിക്കപ്പെടുന്നതും കൃപയിൽ കൂടി മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ പ്രവർത്തിക്കുന്നത് ഒരു പ്രസക്തിയുമില്ല. മത്തായി സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 17-ാം വചനപ്രകാരം ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് പഴയ നിയമം പൂർത്തിയാക്കി ഒരു പുതിയ ഉടമ്പടി തുടങ്ങാനാണ്. അപ്പം ഒരു പുതിയ ഉടമ്പടിൻ്റെ ആവശ്യം വന്നത് ഈ പഴയ നിയമത്തിൻ്റെ പൂർത്തിയാക്കാൻ ആർക്കും പറ്റിയില്ല. അത് തന്നെയല്ല, അതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിന്ന് നോക്കുകയാണെങ്കിൽ പഴയ നിയമത്തിൻ്റെ 10 കൽപ്പനവും 613 ഉപകൽപ്പനകളും നോക്കി ജീവിക്കുകയാണെങ്കിൽ ഒരാൾക്കും ഇത് പൂർത്തീകരിക്കാൻ പറ്റില്ല. ഇത് മത്തായി സുവിശേഷത്തിൻ്റെ പല സ്ഥലങ്ങളിലും എഴുതിയിട്ടുണ്ട്. 5-ാം അധ്യായത്തിൽ, 6-ാം അധ്യായത്തിൽ, 7-ാം അധ്യായത്തിലാണ് നമ്മളോട് കൈവെട്ടാനും കണ്ണ് ചൂലാനും ഇതൊക്കെ പറയുന്നുണ്ട്. ഇത് ജീവിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ. അതുകൊണ്ട് ഇത് മുഴുവൻ ക്രിസ്തു നടത്തിപ്പ് ചെയ്തുകൊണ്ട് നമ്മളോട് പുതിയ നിയമത്തിൽ കൂടി വരാൻ, അതായത് കൃപയിൽ മാത്രമാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടുള്ളത്, കൃപയിൽ മാത്രമാണ് നമ്മൾ പ്രവൃത്തി ചെയ്യേണ്ടത്. ഹെബ്രായ ലേഖനത്തിൻ്റെ 8:13 ഇതനുസരിച്ചിട്ട് പഴയ നിയമത്തെ അസാധുവാക്കി മാറ്റി. പക്ഷേ പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും ഉവ്വ് തന്നെയാണ്. ഇത് 2 കൊരിന്ത്യൻ്റെ 1:20 വചനത്തിൽ പറയുന്നുണ്ട്. ഇതിന് യാതൊരു വ്യത്യാസം വരുന്നില്ല. നമ്മൾ ജീവിക്കേണ്ടത് ഈ ലോകത്തിൽ പുതിയ നിയമപ്രകാരമാണ്. പഴയ നിയമത്തിന് കൂടി നമുക്ക് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ പുതിയ നിയമം വന്നതും പഴയ നിയമത്തെ അസാധുവാക്കിയതും. പഴയ നിയമപ്രകാരം നമ്മളെല്ലാവരും ജഡികന്മാരാണ്. അതായത് ജഡശക്തിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാണുന്നത്, കേൾക്കുന്നത്, രുചിക്കുന്നത്, തൊടുന്നത്, വാസനിക്കുന്നത്. പക്ഷേ പുതിയ നിയമപ്രകാരം
ഇത് ബാധകമല്ല. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നത്. ആത്മീയനായിട്ട് ജീവിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത് ആത്മാവിലാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത് പുത്രൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞു. ഗലാത്യർ 4:6 നമ്മളെ ആത്മാവും ക്രിസ്തുവിൻ്റെ ആത്മാവും ഒന്നായി ചേർന്ന ഒരു പുതിയ ആത്മാവ്, ഒരു പുതിയ സൃഷ്ടി നടന്നതാണ് അവിടെ. 2 കൊരിന്ത്യർ 5:17 മുതൽ 21 വരെ വായിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഒരു പുതിയ സൃഷ്ടി, എല്ലാം ദൈവത്തിൽ നിന്നാണ്. അപ്പം നമ്മളൊക്കെ ആത്മീയരായിട്ട് മാറുകയാണ്. ആത്മാവ് ജനിപ്പിക്കുകയാണ് ചെയ്തത്. ആത്മാവ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഏദൻ ഗാർഡനിൽ പാപം ചെയ്ത സമയത്ത്. പാപത്തിൻ്റെ ഫലം മരണം, റോമാലേഖനത്തിൻ്റെ 6:23 പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുതിയ പ്രകാരമാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇത് പൗലോസിൻ്റെ പല ലേഖനങ്ങളിലും കൂടി എഴുതിയിട്ടുണ്ട്. പക്ഷേ പല വിശ്വാസികളും പല ഡിസൈപ്പിൾസും രണ്ടും കൂടിയായിട്ടാണ് ജീവിക്കുന്നത്. അത് പറ്റില്ല. ഒരു തോണിയിൽ മാത്രമേ കാല് വെക്കാൻ പറ്റുള്ളൂ. ഇത് വളരെ ക്ലിയറായിട്ട് റോമാൻ ലേഖനത്തിൻ്റെ 11:6 എഴുതിയിട്ടുണ്ട്. ഈ പ്രകാരം പുതിയ നിയമത്തിൻ്റെ പ്രകാരമാണ് നമ്മൾ ജീവിത ശൈലി നടക്കേണ്ടത്. പക്ഷേ പഴയ നിയമത്തെ വിശ്വസിക്കരുതെന്ന് ഒരിക്കലും പറയുന്നില്ല. എല്ലാ പ്രോമിസും യെസ് ആണ്. ആ ഒരു കാര്യം നമുക്കറിയണം. പ്രവൃത്തിക്ക് അവിടെ ഒരു പ്രസക്തിയില്ല. അത് എഫെസ്യൻ ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനത്തിൽ 9-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. പ്രസക്തിക്കല്ല. ഇത് നമ്മൾ ക്രിസ്തുവിൻ്റെ കൃപയിലാണ് ജീവിക്കുന്നതെന്ന് റോമാലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്കിൽ പറയുന്നുണ്ട്. എബ്രായ ലേഖനത്തിൻ്റെ 13:8 പ്രകാരം ദൈവം നിത്യനായതുകൊണ്ട് അവിടെ പറയുന്നുണ്ട് ക്രൈസ്റ്റ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. അതിൻ്റെ അർത്ഥം പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. നിത്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമയത്തിൻ്റെ പരിമിതിയിലല്ല. ക്രിസ്തു ചെയ്തത് 2000 കൊല്ലം മുമ്പെയാണ് ചെയ്തത്. അത് ഇന്നും നമ്മൾക്ക് ബാധകമാണ്. 2000 കൊല്ലം എന്ന് പറയുന്നത് പഴയ സമയത്താണ്. ഇന്ന് നടക്കുന്നത് പ്രസൻറ്റിലാണ് കാണുന്നത്. നാളെ നടക്കുന്ന നമ്മളൊക്കെ മരിച്ചുപോയി, നമ്മളെ കുട്ടികളൊക്കെ എന്നെ ജീവിച്ചവർക്ക് നാളെ ആയിരിക്കും നടക്കുന്നത്. അപ്പം ഇത് മൂന്നും കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് എബ്രായ ലേഖനത്തിൻ്റെ 13:8 പ്രകാരം ജീസസ് ക്രൈസ്റ്റ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. അപ്പം ദൈവത്തിൻ്റെ പണികൾ നടക്കുന്നത് ആത്മാവിലാണ് നടക്കുന്നത്. ആത്മാവിൻ്റെ സമയത്തിൻ്റെ പരിമിതിയിലല്ല ആത്മാവുള്ളത്. ഇത് നമ്മൾ വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കണം. ഒരുപാട് തെറ്റുണ്ട്. പഴയ തെറ്റുകൾ മാത്രമേ പുറത്തിട്ടുള്ളൂ. പുതിയത് പൊറുക്കാൻ പറ്റില്ല ദൈവത്തിന്. അതൊക്കെ ആത്മീയ അതിനെപ്പറ്റിയുള്ള ജ്ഞാനക്കുറവ് കൊണ്ട് മാത്രമാണ്. ആത്മാവിൽ നമ്മൾ ഒരിക്കലും സമയത്തിൻ്റെ പരിമിതിയിൽ കൊണ്ടുവരാൻ പറ്റില്ല. അതല്ല നമ്മൾ ചെയ്യുകയും ചെയ്യരുത്. ഈ വചനം ഞാൻ സൂക്ഷിക്കാമെന്ന് വെച്ചത് കുറേയൊക്കെ തെറ്റിദ്ധാരണകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതനുസരിച്ച് നിങ്ങളോട് ബോധപ്പെടുത്താൻ വേണ്ടിയിട്ടുമാണ്. ഒരുപാട് ഇത് തന്നെയല്ല വ്യത്യാസമുള്ളത്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റും ന്യൂ ടെസ്റ്റ്മെൻറ്റും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് നിങ്ങൾ കൂടുതൽ വായിച്ചിട്ട് വളരെ ഗൗരവമായിട്ട് വായിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത് നിങ്ങൾക്ക് ഉണർവ് തരും. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്.